ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഒരു പുതിയ വിപ്ലവത്തിനാണ് തിരിതെളിയുന്നത്. ലോകത്തെവിടെയുമുള്ള സ്പേസ് പ്രതിഭകൾക്ക് പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുക്കാൻ തോന്നുന്ന വിധമൊരു അദൃശ്യമായ ആകർഷണ വലയം ഇന്ത്യ കെട്ടിപ്പടുക്കണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേവലം ഒരു ആഹ്വാനമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി ബഹിരാകാശ നയത്തിന്റെ ദിശാസൂചകമാണ്. രാജ്യത്തെ മുൻനിര സ്പേസ് സ്റ്റാർട്ടപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. ബഹിരാകാശ രംഗത്ത് ആഗോളതലത്തിൽ ബിസിനസ് കെട്ടിപ്പടുക്കാനും വിദഗ്ധ പ്രതിഭകളെയും നിക്ഷേപങ്ങളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും അദ്ദേഹം ഈ സ്റ്റാർട്ടപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സാധ്യമാക്കുന്ന 3 പ്രധാന ഘടകങ്ങൾ ഇന്ത്യക്കുണ്ട്. അന്താരാഷ്ട്ര വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ചിലവിൽ മികച്ച സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള കഴിവ്, ലോകോത്തര നിലവാരമുള്ള ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും വലിയ നിര, വെല്ലുവിളികൾ നിറഞ്ഞ മേഖലകളിലേക്ക് കടന്നുവരാൻ തയ്യാറുള്ള യുവ സംരംഭകർ. നാസ, ESA തുടങ്ങിയ ആഗോള ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന മിടുക്കരായ ഇന്ത്യൻ പ്രതിഭകളെയും വിദേശ ശാസ്ത്രജ്ഞരെയും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് ആകർഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കുറഞ്ഞ ചിലവിൽ വിശ്വസനീയമായ സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലെ ഉപഗ്രഹ വിക്ഷേപണ ഓർഡറുകൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. കേവലം റോക്കറ്റ് വിക്ഷേപണത്തിലും ഉപഗ്രഹ നിർമ്മാണത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല ഈ മാറ്റം. കാർഷിക രംഗം, കാലാവസ്ഥാ വ്യതിയാനം, ഡയറി ഫാമിംഗ്, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന മേഖലകളിലേക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ മേഖലയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താൻ ഇന്ത്യ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയങ്ങളും ഈ യാത്രയ്ക്ക് കരുത്താകും. റോക്കറ്റ് നിർമ്മാണം, സാറ്റലൈറ്റ് വിക്ഷേപണം, ഉപഗ്രഹാധിഷ്ഠിത സേവനങ്ങൾ എന്നിവയിൽ സ്വകാര്യ കമ്പനികൾക്ക് പൂർണ്ണ അനുമതി നൽകിയിട്ടുണ്ട്. ബഹിരാകാശ മേഖലയിലെ ഉപഗ്രഹ നിർമ്മാണം, റോക്കറ്റ് നിർമ്മാണം എന്നിവയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിദേശ നിക്ഷേപ ചട്ടങ്ങളിൽ വലിയ ഇളവുകളും വരുത്തിയിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ജോലി ചെയ്തിരുന്ന നിരവധി ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഇപ്പോൾ തിരിച്ചെത്തി സ്വന്തം നാട്ടിലെ സ്റ്റാർട്ടപ്പുകളിൽ പങ്കാളികളാകുന്നു എന്നത് ഈ നയം മാറ്റത്തിന് വലിയൊരു വിജയമായിരിക്കും. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചും ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ പോലുള്ള സംവിധാനങ്ങളിലൂടെ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു മുന്നേറുന്ന ഇന്ത്യക്ക് ലോകത്തിന്റെ സ്പേസ് ഹബ്ബായി മാറാൻ ഇനി അധികകാലം വേണ്ടിവരില്ല.